ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അതെന്തെന്ന് വെച്ചാൽ ഈ ബോഷിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവർ സെറ്റാണ്. ഇത് ഒരു ടെക്നീഷ്യന് വളരെ വളരെ ഉപകാരപ്രദമായ ഒരു ടൂളാണ്. അതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ബോക്സിൻ്റെ ഇത് രണ്ടുമാണ് ലോക്ക്. ഇതിനെ നമുക്കൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ യൂസർ മാനുവലാണ്. ഓക്കെ, ഇതാണ് ആ ടൂൾ. ബോഷിൻ്റെ ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ സെറ്റ് എന്ന് പറയുന്ന ടൂൾ ഇതാണ്. ഒരു ടെക്നീഷ്യന് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണത്. ഏത് തരം സ്ക്രൂവും എങ്ങനെ വേണം നമുക്ക് യൂസ് ചെയ്യാം. കമ്പ്യൂട്ടറായാലും മൊബൈലായിരുന്നാലും CCTV ടെക്നീഷ്യനായാലും എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു ടൂളാണ് ഈ ബോഷിൻ്റെ ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മെയിൻ ടൂൾ. ഇതാണ് ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ. ബോക്സിനകത്ത് ആദ്യം നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ബിറ്റുകളാണ്. ഇപ്പോൾ ഓരോ മോഡൽ സ്ക്രൂവിന് അനുയോജ്യമായ ബിറ്റുകൾ ഈ സെറ്റിലുണ്ടാകും. അപ്പോൾ ഒന്നിലധികം വെറൈറ്റി സ്ക്രൂസൊക്കെ റിമൂവ് ചെയ്യാനും നമുക്ക് തിരിച്ച് റീസ്ക്രൂ ചെയ്യാനൊക്കെ നമുക്ക് ഈ ബിറ്റ് ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ സ്ക്രൂവിൻ്റെ ലെങ്ത്ത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു എക്സ്റ്റെൻഡർ ഉണ്ട്. ഈ എക്സ്റ്റെൻഡറിനകത്ത് നമുക്ക് സ്ക്രൂ ഇങ്ങനെ വെച്ച് ഡിവൈസിൽ കണക്ട് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമാണ്. കുറച്ച് നീളത്തിലുള്ള സ്ക്രൂ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് ഈ ഫിറ്റിങ്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഈ ടൂൾ കിറ്റിനകത്തുള്ള തിങ്സ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഇതിനകത്ത് സ്ക്രൂ ഡ്രൈവർ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന USB ചാർജർ USB കേബിളും ഉണ്ട്. പ്ലസ് അതിനോട്ട് നമുക്ക് പവർ കൊടുക്കാനുള്ള USB അഡാപ്റ്ററും ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു യൂസർ മാനുവലുണ്ട്. പിന്നെ വേറെ ഒന്ന് രണ്ട് വാറണ്ടി കാര്യങ്ങളുള്ള പേപ്പേഴ്സ് കാര്യങ്ങളുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും ഈ ബോക്സിനകത്തുള്ളൂ. നമുക്ക് ഈ ടൂൾസ് എങ്ങനെയാണ് വർക്കാവുന്നത് നമുക്ക് നോക്കാം. ഒന്ന് നമുക്കൊരു സൈഡിലോട്ട് ഒതുക്കി വെച്ചതിന് ശേഷം നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ ബോഷിൻ്റെ ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ വന്നിട്ട് ഇതിൻ്റെ പുറകുവശത്ത് കാണുന്ന ഈ സെക്ഷനാണ് ഈ ടൂളിൻ്റെ ബാറ്ററി സെക്ഷൻ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ ഡിവൈസ് വാങ്ങിച്ച ഉടനെ ഇതിനെ ഒരു 4 മണിക്കൂർ നേരത്തേക്ക് ചാർജിനിട്ട് ഇടുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഗ്രീൻ കളർ LED ഉണ്ടാകും. ഈ LED ബ്ലിങ്കായി ലാസ്റ്റ് സ്റ്റേബിളായിട്ട് നിൽക്കും. അപ്പോഴാണ് ഇത് ഫുൾ ചാർജ് ആകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബട്ടൺ ഉണ്ടാവും. ഇത് വന്ന് പുറകിലോട്ട് റൊട്ടേറ്റ് ആവും. ഇത് വന്ന് മുന്നിലോട്ട് ഫോർവേഡും റിവേഴ്സുമാണ് ഈ ബട്ടൺ. സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്തേക്കും കറങ്ങും. ഇതാ കാണുന്ന ഈ ബട്ടനാണ് ഓൺ ഓഫ് സ്വിച്ച്, ഡിവൈസ് വർക്കാവാൻ വേണ്ടിയുള്ള സ്വിച്ച്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഓൺ ചെയ്ത ഉടനെ ഇവിടെ നിങ്ങൾ ഈ LED ബ്ലിങ്ക് ആവുന്നത് കാണും. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 സെക്ഷനുണ്ട്. മാക്സിമം, വലിയ സ്ക്രൂ, ചെറിയ സ്ക്രൂ. ഇപ്പം നിങ്ങൾ ഇവിടെ ഒരു ആരോയും ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ചെറിയ സ്ക്രൂകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ച് വന്ന് നമുക്കിതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം. ഇതിപ്പോൾ ചെറിയ സ്ക്രൂ, വലുത്, ഇത്തിരി കൂടി വലുത്, പിന്നെ മാക്സിമം ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ഇഞ്ച് സ്ക്രൂവിനൊക്കെ ഉള്ള സ്പീഡ് നമുക്ക് ഈ ഡിവൈസിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റിയാൽ മതി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫോർവേഡ് ഫോർവേഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സെക്ഷൻ, ഇവിടുത്തെ ഈ സെക്ഷൻ വന്ന് റൊട്ടേറ്റ് ആണ്.
ഞാനത് റിവേഴ്സ് വെച്ച് അത് തിരിച്ച് കറങ്ങും. ഫോർവേഡ് വെച്ച് മുന്നിലോട്ടും തിരിച്ച് കറച്ച് റിവേഴ്സിലും കറങ്ങും. സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ ഡിവൈസ് ഓഫ്. ഫോർവേഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. റിവേഴ്സിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. നമുക്ക് ഏത് സ്ക്രൂവും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അത് കറക്റ്റായിട്ട് സീറ്റിംഗ് ആവും. വളരെ വളരെ എളുപ്പമുള്ള ഒരു ടൂളാണ്. ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. നമുക്കിനി ഈ ടൂൾ ഉപയോഗിച്ച് ഒരു ഡിവൈസ് ഒന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അൺസ്ക്രൂ ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഡിവൈസ് ഒന്ന് അൺസ്ക്രൂ ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതൊരു കമ്പ്യൂട്ടറിൻ്റെ SMPS ആണ്. നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ SMPSൻ്റെ സ്ക്രൂ 4 എങ്ങനെ റിമൂവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇപ്പോൾ ഓൾറെഡി ടൈറ്റ് ആയിരിക്കുന്ന സ്ക്രൂ ആണ്. അപ്പോൾ ഞാനിതിനെ റിവേഴ്സ് മോഡിലിട്ടിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സീറ്റ് ചെയ്തിട്ട് കറക്റ്റായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് സ്ക്രൂ ഇവിടെ റിമൂവ് ആയിട്ട് വന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നമുക്കിനി റിമൂവ് ചെയ്ത സ്ക്രൂ വന്നിട്ട് ഇതിലോട്ട് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ടൂളിനെ വന്നിട്ട് ഫോർവേഡിലിടുക. വളരെ ഈസി ആയിട്ട് ഞാൻ വന്ന് സ്ക്രൂ വന്നിട്ട് റീസ്ക്രൂ ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഞാൻ 4 സ്ക്രൂവും വന്നിട്ട് നമ്മുടെ ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ വെച്ച് റീസ്ക്രൂ ചെയ്തിട്ടുണ്ട്. വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഇതാണ് നമ്മുടെ ബോഷിൻ്റെ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ സെറ്റ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദയവായി എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.